നമ്മളിൽ നല്ലൊരു ശതമാനം പേര് കണ്ണട വെക്കുന്നവരാണ്. കണ്ണട വെക്കുന്നതിൻ്റെ ഉദ്ദേശം കാഴ്ച തെളിയാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് അത് ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ പറ്റാത്ത കാഴ്ചക്കുറവായിരിക്കും. അതിന് നമ്മൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയും. ചിലർക്ക് അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അതിന് നമ്മൾ ശുദ്ധ മലയാളത്തിൽ വെള്ളെഴുത്ത് എന്ന് പറയും. അങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ ചിലർക്ക് അങ്ങനെ പ്രായത്തിൻ്റെ പ്രത്യേകതകളില്ലാതെ പലരും കണ്ണട വയ്ക്കുന്നവരാണ്. ഞാനൊക്കെ 18 വയസ്സിൽ 16 വയസ്സിൽ കണ്ണട വെച്ച് തുടങ്ങിയതാണ്. ദൂരെയുള്ള വസ്തുക്കൾ നന്നായി കാണാൻ വേണ്ടിയിട്ട്. ദൂരക്കാഴ്ച എന്നുള്ളത് കണ്ണിൻ്റെ ഒരു ലെൻസിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ദൂരെയുള്ള വസ്തുക്കൾ കാണാതെ പറ്റുന്നത്. അത് തന്നെയാണ് നമുക്ക് വെള്ളെഴുത്ത് വരുമ്പോഴുണ്ടാവുന്നതും അടുത്തുള്ള കാണാൻ വേണ്ടി നമ്മൾ സാധാരണ കണ്ണട വയ്ക്കുന്നത്. കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയിട്ട് ഈ കണ്ണട വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഹെലൻ കെല്ലറെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഈ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ദ വേൾഡ് കനോട്ട് ബി സീൻ ഓർ ടച്ച്, ദേ ആർ ടു ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഹാർട്ട്, ദാറ്റ് ബി ഫെൽറ്റ് ഇൻ ദ ഹാർട്ട്. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കാണാനോ അതുപോലെ സ്പർശിക്കാനോ സാധിക്കില്ല. അതിൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ പറ്റില്ല. അതിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ദ വേൾഡിൻ്റെ സന്തോഷം മനസ്സിൽ പൂർണ്ണമായി നിറയുന്നത് അവ ഹൃദയത്തിൽ അനുഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ഒരു കണ്ണട എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസാക്ഷിയുടെ കണ്ണടയാണ്. മനസാക്ഷി നന്നാവാതെ നമുക്ക് എത്ര ഭംഗിയുള്ള കണ്ണട മുഖത്ത് വെച്ചാലും നമ്മുടെ ഉൾക്കാഴ്ച തെളിയില്ല. ഉൾക്കാഴ്ച തെളിയാനായിട്ട് മനസാക്ഷിയുടെ ഒരു കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു കണ്ണട നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കാൻ കഴിയണം. അതാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, മനസാക്ഷിയെ നിർമ്മലമാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നിർമ്മലമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില അനുഭവങ്ങളിലൂടെ ദൈവം തന്നെ നമ്മെ കടത്തിവിടും. ആ അനുഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കണ്ണുനീരിൻ്റെ അനുഭവം. കണ്ണുനീര് എന്നുള്ളത് സങ്കടം വരുമ്പോഴും ഉണ്ടാവാം, സന്തോഷം വരുമ്പോഴും ഉണ്ടാവാം. സന്തോഷം വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീരിന് ആനന്ദ ബാഷ്പം എന്ന് പറയും. മറ്റേ കണ്ണുനീര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല. ഏത് ദുഃഖം വരുമ്പോഴും മനുഷ്യന് കണ്ണുനീര് നിറയുന്നതാണ്. ആ കണ്ണുനീരിലൂടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കണ്ണുനീര് ഒരു ലെൻസാണ്. കണ്ണുനീര് ദൈവം നമുക്ക് തരുന്നത് കണ്ണുനീരിനാകുന്ന ലെൻസിലൂടെ ലോകത്തെ നോക്കി കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ണുനീരാകുന്ന ലെൻസിലൂടെ ലോകത്തെ നോക്കുമ്പോൾ, പുറത്തേക്ക് നോക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് അവനവനിലേക്ക് തിരിഞ്ഞും കൂടെ നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തിരുത്തേണ്ടതായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരുപാട് പിടികിട്ടാത്ത കാര്യങ്ങളുടെ അർത്ഥവും നമുക്ക് പിടികിട്ടും. ചിലതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന നമ്മുടെ ലെൻസാണ് നമ്മുടെ കണ്ണുനീര്. അപ്പം അത് ഹൃദയത്തിൽ നമുക്കൊരു ഉണ്ടാവേണ്ട ഒരു അനുഭവത്തിന് വേണ്ടി തരുന്ന ഈ കണ്ണുനീരിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ആ കണ്ണുനീരിൻ്റെ ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് ചില വേദനകളുടെ അർത്ഥം മനസ്സിലാവും, ചില വേർപാടുകളുടെ അർത്ഥം മനസ്സിലാവും, ചില വിഷമങ്ങളുടെ അർത്ഥം മനസ്സിലാവും, ചില ദുഃഖങ്ങളുടെ അർത്ഥം മനസ്സിലാവും, ചില പോരായ്മകളുടെ അർത്ഥം മനസ്സിലാവും, ചില സൗഹൃദങ്ങൾ അറ്റുപോയതിൻ്റെ അർത്ഥം മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് കണ്ണുനീരിൻ്റെ ലെൻസാണ്. ഈ കണ്ണുനീരിൻ്റെ ലെൻസ് അത് കണ്ണട വെച്ചതുകൊണ്ട് മാറാൻ പോകുന്നില്ല. കണ്ണുനീരിൻ്റെ ലെൻസ് ദൈവം നമുക്ക് തരുന്ന ഒരു ലെൻസാണ്. ആ ലെൻസിലൂടെ നോക്കി അതിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് പ്രയോജനമായി ഭവിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ കണ്ണുനീര് തുടച്ചു കളഞ്ഞ് വീണ്ടും നമ്മൾ പുറം കാഴ്ച കണ്ട് മുന്നോട്ട് പോകും. കണ്ണുനീരിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിലേക്ക് തിരുത്തേണ്ടത് തിരുത്താനും നിർമ്മലമാക്കാനും കഴിയുന്ന ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ചില കണ്ണുനീരുകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അതിനുവേണ്ടി ദൈവം അനുവദിച്ച ആ വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും കൂടി കഴിയണം. അപ്പോൾ നമ്മുടെ വഴികൾ തിരുത്താൻ പറ്റും. വഴി വിട്ട ജീവിതം നയിക്കുന്ന ആളുടെ കണ്ണിൽ നിറയുന്ന കണ്ണുനീര് വഴി മാറി ചവിട്ടാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.